ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1159 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എന്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത കമാൻഡോ എന്ന് പറയുന്ന സബ്സ്ക്രൈബറിന് ഞാൻ എന്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഗൈസ്, നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു പീക്ക് ലെവൽ ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പൊ ഇനി അധികം സംസാരിച്ച സമയം കളയാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. 39 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹാച്ചിനോസ് കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെയൊക്കെ സെർച്ച് ചെയ്തോ എന്നൊരു പൈറേറ്റ് ഇപ്പൊ ചോദിക്കുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ഇപ്പോൾ സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോക്സിന്റെ ക്രൂവിലെ ഡോൺ മാർലണും പിന്നെ പുള്ളിയുടെ കുറച്ച് ആൾക്കാരും ഇവിടെ മരിച്ചു കിടക്കുകയാണ്. ഇന്നലെ രാത്രിയിലത്തെ ഗാർഡ് ഡ്യൂട്ടിക്കിടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഡോൺ മാർലനെ കൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സംഭവം ഇമ്പോസിബിൾ ആണ്, ഇത് ആരാകും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഡോൺ മാർലന് കഴിയാതെ പോയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഷാക്കിയാണ് ഗൈസ്. ഇവരെ കൊന്നിട്ട് ഷാക്കിയെ ഹാച്ചിനോസു ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞത് നമ്മുടെ റോക്സിനൊക്കെ ആകെ കലി കയറുന്നുണ്ട്. വൈറ്റ് ബിയർഡൊക്കെ ആണെങ്കിൽ ഞെട്ടുന്നു. അപ്പോൾ കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നിട്ടും ഇതാര് ചെയ്തെന്നോ എങ്ങനെ ചെയ്തെന്നോ ആർക്കും ഒരു തെളിവും ലഭിച്ചില്ല എന്ന് നറേറ്റർ പറയുന്നു. ഹാച്ചിനോസുവിലെ കുറച്ച് ആൾക്കാരുടെ റിയാക്ഷൻസ് ഇപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്. റോക്സിന്റെ ക്രൂവിലെ ഒച്ചോക്കു ആണെങ്കിൽ ഇപ്പൊ ഒരു കെട്ട് നോട്ടാണെങ്കിൽ നല്ല എക്സൈറ്റ്മെന്റിൽ നിന്ന് എണ്ണുന്നത് നമുക്ക് കാണാം. ഷാക്കിയെ ഇവിടുന്ന് കടത്താനായിട്ട് സഹായിച്ചതിന് പ്രതിഫലം കിട്ടിയ പൈസ ആയിരിക്കും അവന് എണ്ണുന്നത്. ഗ്ലോറിയോസയും പിന്നെ ഹാച്ചിനോസുവിലെ ബാക്കി പൈറേറ്റ്സും ഒക്കെ അവിടെ കിടന്നിങ്ങനെ വാവിട്ട് കരയുകയാണ്. ഈ ഷാക്കിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. ആ വാർത്ത വായിച്ച റോജർ ആണെങ്കിൽ ആ പത്രം രണ്ടായിട്ട് കീറിക്കൊണ്ട് ഇപ്പൊ അലറുന്നുണ്ട്. ആ പന്ന നാറി റോക്സ് അവന്റെ ഐലൻഡിൽ വെച്ചല്ലേ ഇത് നടന്നത്. അവൻ അവിടെ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നോക്കിക്കോ. ഇതിന് ഞാൻ അവനെ ഇടിച്ച് ചമ്മന്തി പരുവാക്കും. ഈ വാർത്ത വായിച്ച റെയിലി ആണെങ്കിൽ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഷാക്കി എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ ആ ഒരു കൺസേൺ ഉണ്ട്. ഷാക്കിയുടെ ഈ വാർത്ത ആളുകളെ എല്ലാം നിരാശരാക്കി. എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരി മാഞ്ഞുപോയി. എന്തിനേറെ പറയുന്ന ഏതാനും ആഴ്ചകളിലേക്ക് വേൾഡ് എക്കോണമിയുടെ ഗ്രാഫ് വരെ പകുതിയായി ഇടിഞ്ഞു. വൺ പീസിന്റെ ഹിസ്റ്ററിയിൽ ഇന്നേ വരെ ഓടെ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഇത്ര ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല. ഇനി നമ്മളെ കാണിക്കുന്നത് ഈ ഇൻസിഡന്റ് നടന്ന ഒരു വർഷത്തിന് ശേഷം, അതായത് പ്രസന്റ് 38 വർഷങ്ങൾക്ക് മുൻപ് വെസ്റ്റ് ബ്ലൂവിലുള്ള ഗോഡ് വാലി. ഷാങ്സിന്റെ ഷാംറോക്കിന്റെ അമ്മ സംസാരിക്കുന്ന ഇപ്പൊ നമുക്ക് കേൾക്കാം. അവര് പറയുന്നുണ്ട്, ഗാർലിംഗ്, എനിക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്നിട്ട് അവർ ആ സ്ട്രോളറിൽ ഇരിക്കുന്ന ഷാങ്സിനോടും ഷാംറോക്കിനോടും പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ അച്ഛനാ വന്നിരിക്കുന്നതെന്ന്. ആഹാ, ഇരട്ട കുട്ടികളാണല്ലോ, ഇവർ രണ്ടുപേരും കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ടെന്ന് ഇപ്പൊ ഗാർലിംഗ് പറയുന്നു. അതെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ, പ്ലീസ് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഈ ഐലൻഡിൽ താമസിച്ചുകൂടെ എന്ന് ഇപ്പൊ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ഗാർലിംഗ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, നമുക്കൊരിക്കലും ഈ ഐലൻഡിൽ ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല, കാര്യം ഈ ഐലൻഡ് ഇപ്പൊ ഉടൻ തന്നെ ഇല്ലാതാകുമെന്ന്. ഇപ്പൊ ഇത് കേട്ട് ഈ പെൺകുട്ടി ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. എന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ള ഒരുത്തിയെ ഞാൻ തിരഞ്ഞെടുത്ത് ഓർഡർ ചെയ്തു കഴിഞ്ഞു. ഈ ഐലൻഡിൽ നടക്കാൻ പോകുന്ന ടൂർണമെന്റ്സിൽ ജയിച്ചാ എനിക്ക് അവളെ സ്വന്തമാക്കാമെന്ന് ഇപ്പൊ ഗാർലിംഗ് പറയുന്നുണ്ട്. ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഗാർലിംഗ് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അവളാണെങ്കിൽ എന്ത് ടൂർണമെന്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മറീൻ ഷിപ്സ് ഗോഡ് വാലിയിലേക്ക് ഇങ്ങനെ അടുക്കുന്നത് നമുക്ക് കാണാം. ഗാർലിംഗ് ആണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ആ പെൺകുട്ടിയെ വാളെടുത്ത് കുത്തി താഴെ ഇടുന്നുണ്ട്. ഷാങ്സും ഷാംറോക്കും ആ സ്ട്രോളറിൽ കടന്ന് വല്ലാതെ കരയുന്നുണ്ട്. ഇതിനുശേഷം ഡെൻഡൻമുഷി എടുത്തിട്ട് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ എന്ന് ഗാർലിംഗ് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ഈ ഓർഡർ കിട്ടിയപ്പോഴത്തേക്ക് മറീൻസ് ഗോഡ് വാലിയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പൊ ഈ വേൾഡ് ഗവൺമെന്റിന്റെ മറീൻ ഷിപ്സ് കണ്ടിട്ട് ഇവരെന്തിനാണ് ഈ ഗോഡ് വാലി വളഞ്ഞിരിക്കുന്നതെന്ന് അവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഈ ഐലൻഡിലേക്ക് വല്ല ക്രിമിനൽസും വന്നിട്ടുണ്ടാകുമോ, അവരെ പിടിക്കാൻ വന്നതാണോ? എന്തായാലും കുട്ടികളെ എല്ലാം അകത്ത് കയറ്റി വാതിലടക്കിയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന മറീൻസ് പരസ്പരം പറയുന്നുണ്ട്, ആരെയും കൊല്ലണ്ട, ട്രാങ്കുലൈസർ ഷോട്ട്സ്, അതായത് മയക്കുവെടി ഉപയോഗിച്ചാൽ മതി. അതേപോലെ അധികം ബലപ്രയോഗം നടത്താത്തവരെ അല്ലാതെ ക്യാപ്ചർ ചെയ്തോളാൻ. ഇപ്പൊ നമ്മുടെ ഡ്രാഗണിനെ കാണിക്കുന്നുണ്ട് ഗൈസ്. റവല്യൂഷണറി ആർമി ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് പണ്ട് പുള്ളി ഒരു മറീൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരൻ ഈ ഗോഡ് വാലി ഇൻസിഡന്റ് നടന്ന ടൈമിൽ ആ മറീൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഡ്രാഗൺ ഇപ്പോൾ ലെഫ്റ്റനന്റ് കമാൻഡറിന്റെ അടുത്ത് നേരിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്, ഈ മിലിറ്ററി ഓപ്പറേഷന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് നടത്തുന്നതെന്ന്. അപ്പോൾ ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഡ്രാഗൺ എന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് ഫോഴ്സിൽ കയറിയ ആളാണ്. ഇയാൾ പറയുന്നുണ്ട്, ഇതൊരു ട്രെയിനിങ് എക്സർസൈസ് ആണ്. പിന്നെ മുകളിൽ നിന്ന് തരുന്ന ഓർഡേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റാങ്കിലേക്ക് നീ എത്തണമെങ്കിൽ ഇനി ഒരു 10 വർഷമെങ്കിലും എടുക്കും. അതുകൊണ്ട് നീ നാവടക്ക്. എന്നിട്ട് ഇയാളാണെങ്കിൽ ഡ്രാഗണിന്റെ സ്ക്വാഡ് ലീഡറിനോട് ചോദിക്കുന്നുണ്ട്, ഏതാടോ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ, ഇവന് തീരെ റെസ്പെക്ട് ഇല്ലല്ലോ എന്നൊക്കെ. ഈ സ്ക്വാഡ് ലീഡർ ആണെങ്കിൽ അപ്പൊ ഇയാളോട് പറയുന്നുണ്ട്, അയ്യോ സോറി സാർ, ഞാൻ ഇവനെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് റെഡിയാക്കിക്കോളാമെന്ന്. എക്സ്ക്യൂസ് മീ, ഇവിടെ
എന്തായി നടക്കുന്നതെന്ന് ഇപ്പോൾ ഗോഡ് വാലിയിലെ ഒരാൾ മറീൻസിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങേരെ അപ്പം തന്നെ ഒരു ട്രാങ്കുലൈസർ ഗണ്ണ് വെച്ച് അടിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത് കണ്ടിട്ട് പേടിച്ച് അവളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. മറീൻസ് ആണെങ്കിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എതിർക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ ജീവന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ യുവന്മാർ ഓരോരുത്തരെ ഈ ഗെയിംസിന് വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുവന്മാരാണെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കുക, ഓടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ ചന്നം പിന്നെ ഓടുന്നുണ്ട്. ഡ്രാഗൺ ഇപ്പോൾ കൂടുള്ള ഒരാളോട് ചോദിക്കുന്നുണ്ട്, ഇവർ സാധാരണ ആൾക്കാരാണ്, ഇവരെ നമ്മൾ എന്തിനായി പിടിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ കൂടെയുള്ളവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ നമുക്ക് കിട്ടിയ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ. ഡ്രാഗൺ ഇപ്പോൾ സ്വയം മനസ്സിനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതായത് ഇത് ട്രാങ്കുലൈസർ ഷോട്ട് ആണല്ലോ, ഞാൻ ഇവരെ കൊല്ലുന്നില്ല, മയക്കുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ. ഡ്രാഗൺ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, നിങ്ങളായിട്ട് കീഴടങ്ങിയാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഷൂട്ട് ചെയ്യില്ല എന്ന്. അവരാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഞങ്ങൾ ഈ ഐലൻഡ് വിടാൻ പോവാ, വഴിന്ന് മാറ്. ഇപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാതെ ഡ്രാഗൺ അവരെ ഷൂട്ട് ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ ഡെൻഡൻമുഷിയിൽ ഈ മറീൻസിന് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട് മാസ്ക് എടുത്തു വെക്കാനായിട്ട്. അതായത് ഈ ഗോഡ് വാലിയിൽ സ്ലീപ്പിംഗ് ഗ്യാസ് ബോംബ് ഇടാൻ പോവാണ്. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാവരെയും മയക്കി അങ്ങ് തടവിലാക്കാമല്ലോ. ഇനി നമ്മളെ കാണിക്കുന്നത് ഗോഡ് വാലിയിലേക്ക് വരുന്ന മറീൻ പ്രിസൺ ഷിപ്പാണ്. അതിലാണ് ഈ അടിമകളെ കൊണ്ടുവരുന്നത്. അതിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദം കേട്ടിട്ട് ഒരു മറീൻ അങ്ങോട്ടേക്ക് എന്നിങ്ങനെ നോക്കുന്നുണ്ട്. ആരുടെ ഒരു കാലിങ്ങനെ നമുക്ക് കാണാം ഓടി പോകുന്നതായിട്ട്. ഇവിടെ ആരോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ എന്ന് ഇപ്പൊ അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ കാര്യം എന്താണെന്ന് നോക്കിയാൽ അത് നമ്മുടെ ജിന്നി ആയിരുന്നു. അവള് ഇവിടുത്തെ വിവരങ്ങൾ ന്യൂസിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, അതായത് വേൾഡ് എക്കോണമി ജേണലിന്. ഇപ്പൊ നീ എന്തായാലും സേഫ് ആയിട്ട് എത്തിയല്ലോ, എനിക്ക് സമാധാനമായി എന്ന് ഇവാൻഗോവ് പറയുന്നുണ്ട്. ജിന്നി ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കാര്യം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ ന്യൂസുകാർ നോക്കിക്കോളൂ എന്ന്. അവിടെ കിടക്കുന്ന മറ്റ് സ്ലേവ്സ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ, വെറുതെ മണ്ടത്തരം ഒന്നും ചെയ്യല്ലേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ഞങ്ങളും കൂടെ ചേർന്നായിരിക്കും നരകിക്കാൻ പോകുന്നതെന്നൊക്കെ അവർ പറയുന്നു. ഇപ്പോ ഈ ടോക്ക് ഇവാൻഗോവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറയുന്നുണ്ട്, നരകിക്കുമെന്നോ, എടാ പൊട്ടന്മാരെ, നമ്മളെല്ലാവരും കാലന്റെ വായിലേക്കാ ചെന്ന് കയറാൻ പോകുന്നത്, ഈ ഷിപ്പ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് പോലും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്താതെ ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് വെറും മണ്ടത്തരമാണ്. അത്ഭുതങ്ങൾ അങ്ങനെ ചുമ്മാതൊന്നും സംഭവിക്കില്ല, നമ്മൾ കൂടി എഫേർട്ട് ഇടണം. ഇപ്പൊ ഇങ്ങനെ റൈസ് ആവുന്ന ഇവാൻഗോവിനെ ബിഗ് ബ്രോ ഒന്ന് അടങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നി ഇങ്ങനെ കൂളാക്കുന്നുണ്ട്. സ്ലേവ്സ് അകത്ത് വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു ഇപ്പൊ മറീൻസ് ഡെൻഡൻമുഷി കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ആ കപ്പലിൽ തന്നെ വേറൊരു സൈഡിൽ കൂമ ഇരിപ്പുണ്ട്. ആവേശം ചോർന്നു പോകാത്ത സ്ലേവ്സ് ഇനിയും ബാക്കിയുണ്ടെന്ന് അവൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മളെ സൈഫർ പോളിന്റെ ഇന്റലിജൻസ് ഡിവിഷൻ ആണ് കാണിക്കുന്നത്. വേൾഡ് എക്കോണമി ജേണലിലെ മോർഗൻ ആണെങ്കിൽ ഈ ജിന്നി വഴി കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അവിടെ ചെന്ന് സൈഫർ പോൾ ഏജൻസുമായിട്ട് വില പേശുകയാണ്. അതായത് ഇങ്ങനെ ഒരു കിടിലിന് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഗോഡ് വാലിയിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിനെ പറ്റിയൊക്കെ. ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ വായ അടച്ചു വെക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരണമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ ചെന്ന് ഡീല് സംസാരിക്കുകയാണ്. ഈ ഏജൻസ് ആണെങ്കിൽ ഇപ്പൊ മോർഗനോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു തുക്കട ന്യൂസ് പേപ്പർ നടത്തുന്ന ഒരുത്തനല്ലേ, നിനക്ക് എവിടുന്നാണ് ഇത്ര ഇൻഫർമേഷൻസ് കിട്ടുന്നത്? ഒരുപാട് കടന്ന് കളിച്ചാ നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് പറ്റും, അതറിയാവോ? മോർഗൻ ആണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ വേണേ അത് ട്രൈ ചെയ്ത് നോക്കിക്കോളാൻ. എന്നിട്ട് അവൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് പുല്ല് സംഭവിച്ചാലും ഈ വിവരം ഹാച്ചിനോസുവിലേക്ക് ലീക്ക് ചെയ്യാൻ തന്നെയാണ് എന്റെ പ്ലാൻ എന്ന്. അങ്ങനെ മോർഗൻ പറഞ്ഞ പോലെ തന്നെ ഹാച്ചിനോസുവിലേക്ക് ഇൻഫർമേഷൻ ലീക്ക് ചെയ്തിരിക്കുകയാണ്. ഷാക്കി ജീവനോടെ ഗോഡ് വാലിയിൽ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പൈറേറ്റ്സിനൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരം സന്തോഷമാണ്. ഓ, ഈ കേട്ടത് സത്യമാണോ? ഇത് എവിടെയായി ഗോഡ് വാലി എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഇൻഫർമേഷൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ? എനിക്ക് എന്തോ സംശയമൊക്കെ തോന്നുന്നു ഒച്ചോക്കു പറയുന്നുണ്ട്. അവൻ ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വേർത്ത് നിൽക്കുകയാണ്. കൂട്ടത്തിലെ ചതിയൻ അവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് പ്രശ്നമാണല്ലോ. സ്റ്റൂസി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, ഇൻഫർമേഷൻ സത്യമാവാൻ നല്ല വഴിയുണ്ട്, കാര്യം നേവിയൊക്കെ ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണെന്ന്. ക്യാപ്റ്റൻ ജോൺ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, സെലസ്റ്റിയൽ ഡ്രാഗൺസിനുള്ള ഗെയിമിലെ സമ്മാനമാണോ ഷാക്കി? അങ്ങനെയാണെങ്കിൽ അപ്പൊ ഷാക്കിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത് വേൾഡ് ഗവൺമെന്റിലുള്ള ചെറ്റകളാണല്ലേ എന്ന് ഗൻസൂയി ചോദിക്കുന്നുണ്ട്. ഷാക്കി ചാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷിക്കി ഇപ്പൊ അവിടെ കിടന്ന് അലറുന്നുണ്ട്. വൈറ്റ് ബിയർഡ് ഇപ്പൊ പറയുന്നുണ്ട്, മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ ടൂർണമെന്റ് അതൊക്കെ വെറും അടിസ്ഥാനമില്ലാത്ത റൂമർ ആയിരിക്കുമെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ബിഗ് മോം ഇപ്പൊ കൈഡോയോട് പറയുന്നുണ്ട്, സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഡബിൾ ഫ്രൂട്ട്സും ഉണ്ടെന്നാ കേട്ടത്, നിനക്കൊരു ഡബിൾ ഫ്രൂട്ട് വേണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? എന്തൊക്കെ പവേഴ്സിന്റെ ഡബിൾ ഫ്രൂട്ട്സ് ആ ഉള്ളതെന്ന് കൈഡോ ചോദിക്കുന്നുണ്ട്. ബിഗ് മോമിന്റെ പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ പിള്ളേർക്ക് വേണ്ടി കുറച്ച് ഡബിൾ ഫ്രൂട്ട്സ് കളക്ട് ചെയ്യണമെന്നാണ്. സ്ട്രൂസൻ ആണെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇത് നമുക്കുള്ളൊരു ട്രാപ്പ് ആയിക്കൂടെ എന്ന്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, നാ വടക്ക്, നമ്മൾ ഗോഡ് വാലിയിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ, പേടിയുള്ളവന്മാർക്ക് ഇവിടെ നിൽക്കാം.
റോജർ പൈറേറ്റ്സും ഇപ്പൊ ഗോഡ് വാലിയിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ്. നാവിഗേറ്റർ ആയിട്ടുള്ള ഗബാന്റെ അടുത്ത് ഇപ്പൊ റോജർ ചോദിക്കുന്നുണ്ട്, ഗബാനെ ഏത് ഗുദാമിലാണ് ഈ ഗോഡ് വാലി? ഗോഡ് വാലി എത്താറായിട്ടില്ല, പക്ഷെ നമ്മളിവിടെ കറക്റ്റ് ടൈമിന് തന്നെ എത്തും എന്ന് ഗബാൻ പറയുന്നുണ്ട്. അവരെങ്ങനെ വെച്ച് വിട്ട് പോവാണ്. അപ്പൊ എങ്ങനെയാണ് ഗൈസ്, നമ്മൾ അങ്ങോട്ടേക്ക് പോവല്ലേ? ആർക്കും എതിർപ്പൊന്നും ഇല്ലല്ലോ എന്ന് ഇപ്പൊ റോജർ ക്രൂവിലുള്ളവരോടായിട്ട് ചോദിക്കുന്നുണ്ട്. റെയിലി അടക്കം എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. റെയിലിയുടെ ഒക്കെ ആ ഒരു സ്പിരിറ്റ് കണ്ടു. റോക്സും ഗോഡ് വാലിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാ കേട്ടെ. അവനേക്കാളും മുന്നേ നമുക്ക് അവിടെ എത്തണമെന്ന് റോജർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ റോജർ ഗോഡ് വാലിയിലേക്ക് വരുന്നുണ്ടെന്ന് കോങ് ഗാർപ്പിനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഗാർപ്പ് ഫുൾ ചാർജ് ആയിട്ട് ഗോഡ് വാലിയിലേക്ക് ചാടി ഇറങ്ങിയതും നമ്മളെ കാണിക്കുന്നു. അപ്പോൾ ഈ സീക്രട്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലീക്ക് ചെയ്തത് കാരണം കടലിലെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ആൾക്കാരെല്ലാം കൂട്ടത്തോടെ ഇളകി ഗോഡ് വാലിയിലേക്ക് തിരിച്ചു. ഗോഡ് വാലിയിലേക്ക് പോകുന്ന റോക്സിന്റെ ഷിപ്പിന് മുന്നിൽ ഒരു ജയന്റ് ഷിപ്പ് വന്ന് നിൽക്കുകയാണ്. റോക്സ് പൈറേറ്റ്സ് ഇപ്പോൾ പറയുന്നുണ്ട്, ജയന്റ് ഷിപ്പാണെന്നൊന്നും നോക്കണ്ട, ആക്രമിച്ച് കടലിൽ മുക്കിയേക്ക്, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന്. റോക്സ് ആണെങ്കിൽ ഇപ്പൊ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പൊ അവര് പറയുന്നുണ്ട് ഞങ്ങളെ തടയരുത് റോക്സ് എന്ന്. ആ ജയന്റ് ഷിപ്പിലുള്ളത് ഹരാൾഡ് ആണ്. ഒരു പെണ്ണിന്റെ പുറകെ ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്ന നിന്റെ ഈ ക്രൂവിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഗവൺമെന്റ് എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഹരാൾഡ് പറയുന്നുണ്ട്. നീ വന്നെതിരെ നിന്നാലും ഇനി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും നിന്റെ ഈ ചെറിയ കപ്പൽ മുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള ഒരു പണിയാണെന്നും ഹരാൾഡ് പറയുന്നുണ്ട്. നീ ദേ ആ ദൂരെ കിടക്കുന്ന ഷിപ്പ് കണ്ടു, അത് ഗവൺമെന്റിന്റെ, അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഹരാൾഡ് റോക്സിനോട് പറയുന്നു. റോക്സ് ഇപ്പൊ ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നീ ഇപ്പൊ ഗവൺമെന്റിന്റെ ആജ്ഞകളും അനുസരിച്ച് അവരുടെ കാല് നക്കി നിൽക്കുകയാണല്ലേ? നീ ചിലപ്പോ ഈ ജയൻസിന്റെ രാജാവായിരിക്കും, പക്ഷെ നിനക്ക് ഞങ്ങളുടെ പവർ എന്താണെന്ന് അറിഞ്ഞൂടാ മോനെ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടി കീറി ഫൈറ്റ് ചെയ്യുന്നത് ആ ഗവൺമെന്റ് ഷിപ്പിലിരിക്കുന്നവന്മാർ അവിടെ ഇരുന്ന് ലൈവ് കാണുന്നതാണോ നിനക്ക് സന്തോഷം? നീ ശരിക്കും ആരാണെന്നറിയാവോ ഹരാൾഡെ? എൽബാഫിന്റെ പുരോഗതിക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു ജയന്റ് ഭ്രാന്തൻ. നമുക്കൊന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാലോ, നമ്മൾ രണ്ടും മാത്രം. ഹരാൾഡ് ഇപ്പോൾ റോക്സിന് സാക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റോക്സ് ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നീ അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ഞാൻ ഇനിയും പറയാൻ പോകുന്നൊരു കാര്യം, അത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിതെന്റെ ക്രൂവിലുള്ളവരോട് പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. റോക്സിനോട് ഫൈറ്റ് ചെയ്യേണ്ടതിന് പകരം കള്ളൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്ന് കൊച്ചുവർത്താനം പറയുന്നത് കണ്ടിട്ട് കൂടുള്ള ജയൻസ് ഒക്കെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഹരാൾഡിനോട് ചോദിക്കുന്നുണ്ട്. ക്യോ ആണെങ്കിൽ പറയുന്നുണ്ട്, സമയം പൊക്കോണ്ടിരിക്കുക, ആ നാറി അവന്റെ ഫ്രണ്ടിന്റെ കൂടെ അവിടെ കൂളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്ന്. ഷിക്കി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ ഷാക്കി ഇപ്പൊ അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അലറി വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. റോക്സ് ആണെങ്കിൽ ഹരാൾഡിന്റെ അടുത്ത് ഭാഷയിൽ രജനീകാന്ത് പറയുന്നത് പോലെ എനക്ക് ഇന്നൊരു പേരിருக்கு, ഡേവി ഡി സെബക് എന്ന് പറയുന്നുണ്ട്. അപ്പോ നിന്റെ പേര് റോക്സ് എന്നല്ലേ എന്ന് ഹരാൾഡ് ചോദിക്കുന്നു. കൂമയുടെ ബുക്കനീർ ഡ്രൈവ് ഒക്കെ പോലെ തന്നെ ഈ ഗവൺമെന്റ് ലോകത്തിൽ നിന്ന് തന്നെ മൊത്തമായി തുടച്ചു നീക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാനാണ് ഈ ഡേവി ക്ലാൻ. ലെജൻഡറി പൈറേറ്റ് ആയിട്ടുള്ള ഡേവി ഡി ജോൺസിന്റെ പിൻഗാമികൾ. ഈ പേരിന് ഇപ്പോഴും അണ്ടർവേൾഡിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. എൽബാഫിലെ അണ്ടർവേൾഡ് അല്ല, അല്ലാത്ത അണ്ടർവേൾഡ്. അതുകൊണ്ടാണ് ഇവരിൽ കുറച്ച് പേരൊക്കെ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും വളരെ കഷ്ടിച്ചാണ് സർവൈവ് ചെയ്യുന്നതെന്ന് റോക്സ് പറയുന്നു. റോക്സ് വീണ്ടും പറയുന്നുണ്ട്, എന്റെ ഭാഗ്യമാണോ ഭാഗ്യക്കേടാണോ എന്നറിയില്ല, 2 വർഷം മുമ്പ് എനിക്കൊരു കുഞ്ഞുണ്ടായി. എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു ചെറിയ അപകടം പോലും വരരുതെന്നുള്ളത് കൊണ്ട് ഞാൻ അവരെ എന്റെ ജന്മനാട്ടിലേക്ക് അയച്ചു. അവിടെ എനിക്ക് അവരെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഡേവി ഫാമിലി ഉണ്ട്. ഹരാൾഡ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിന്റെ ഭാര്യയും കുഞ്ഞും പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സും ഒക്കെ നിന്റെ ജന്മനാട്ടിലാണോ ഉള്ളത്? ഈ ഒരു വീക്ക്നെസ്, നിന്റെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഈ ഒരു വിവരം നീ ഇപ്പൊ എന്നോട് പറയുന്നതിന്റെ പിന്നിലെ കാരണം എന്താ? കാരണം എന്റെ ജന്മനാടെന്ന് പറയുന്നത് ഗോഡ് വാലിയാണ്. ഹരാൾഡ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതിനർത്ഥം ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത് നിന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഒക്കെ അവിടെ ഒത്തുകൂടുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ എത്തണമെന്ന് അവർ ആഗ്രഹിക്കില്ല. ഇതിപ്പോ അവന്മാരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയതാ. പക്ഷേ ഗൈസ്, റോക്സ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിലും ഇത് റോക്സിനുള്ള ട്രാപ്പ് തന്നെയാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഗാർലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗോഡ് വാലിയിൽ വെച്ച് പുള്ളിക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി, അതെന്തായാലും ഈ മൂവിന് ഇഷ്ടപ്പെടുമെന്ന്. അത് തീർച്ചയായിട്ടും ഈ ഡേവി ക്ലാനിനെ പറ്റി തന്നെ ആയിരിക്കും. റോക്സ് ഇപ്പൊ ഈ നടക്കുന്നതിനെ ഒന്നും ഒരു ട്രാപ്പായിട്ടല്ല കാണുന്നതാ. പുള്ളി പറയുന്നത് ഈ ഈവന്റ്സ് ഒക്കെ നടക്കേണ്ടത് തന്നെയാണ്, വിധി ഇതിലേക്ക് അങ്ങനെ എത്തിക്കുകയാണ്. വേൾഡ് ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷാക്കിയെ തട്ടിക്കൊണ്ടുപോയതാണ്. കാര്യം ഷാക്കിയെ റെസ്ക്യൂ ചെയ്യാനെന്നുള്ള പേരിൽ റോക്സിന് ഹാച്ചിനോസുവിലുള്ളവരെയും കൊണ്ട് ഗോഡ് വാലിയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യയും കുഞ്ഞിനെയും സേഫ് ആക്കുകയും ചെയ്യാം. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഭാഗ്യം മുഴുവനായിട്ടും എന്റെ ഭാഗത്താണെന്നോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫൈറ്റിൽ എനിക്ക് ജയിക്കാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഹരാൾഡ്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഹരാൾഡ് ഇപ്പൊ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ നിന്റെയൊക്കെ കപ്പൽ ഇവിടെ വെച്ച് തന്നെ മുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, ഫൈറ്റ് എങ്കിൽ ഫൈറ്റ് എന്ന് ഇപ്പൊ റോക്സും പറയുന്നുണ്ട്. നിങ്ങൾ ഫൈറ്റിനിടയ്ക്ക് കയറണ്ടെന്ന് ഇപ്പൊ ഹരാൾഡ് ബാക്കി ജയൻസിനോട് പറയുന്നു. ഫൈറ്റ് അവസാനിച്ചിട്ട് ഇപ്പൊ റോക്സ് പൈറേറ്റ്സിന്റെ ഷിപ്പ് അവിടുന്ന് പോകുന്നത് നമുക്ക് കാണാം. മനഃപൂർവ്വം ഹരാൾഡ് തോറ്റു കൊടുത്തത് തന്നെയാണ്. കാര്യം ഗവൺമെന്റ് വാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹരാൾഡിന് ഇങ്ങനെ ഒരു ഡ്രാമ ഇറക്കാതെ റോക്സിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുകയില്ല. റോക്സ് ആണെങ്കിൽ ഇപ്പൊ ഹരാൾഡിനെ ഇടാൻ നട്ടലില്ലാത്ത നാറി എന്നൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇനി
നറേറ്റർ ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഹണ്ടിങ് കോമ്പറ്റീഷനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതായത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാ 3 വർഷം കൂടുമ്പോഴും സെലസ്റ്റിയൽ ഡ്രാഗൺസ് വേൾഡ് ഗവൺമെന്റുമായിട്ട് അഫിലിയേറ്റഡ് അല്ലാത്ത ഒരു ഐലൻഡ് തിരഞ്ഞെടുക്കും. നാച്ചുറൽ റിസോഴ്സസ് ഇഷ്ടം പോലെയുള്ള ഐലൻഡ് നോക്കിയാകും അവർ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവിടെയുള്ള മനുഷ്യരെ വേട്ടയാടുന്ന ഒരു ഗെയിം സെറ്റ് ചെയ്യും. ആ ഐലൻഡിലുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്യുക എന്നുള്ളതായിരിക്കും അതിൽ നടക്കുന്നത്. ഇപ്പോൾ ഗോഡ് വാലിയിലുള്ള ആൾക്കാർ കരഞ്ഞു വിളിക്കുന്നത് നമുക്ക് കേൾക്കാം, ഞങ്ങളെ രക്ഷിക്കണേ, ഇങ്ങനെ ഒരു ഈവന്റ് ഒരിക്കലും നടക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് പാനലിൽ കാണുന്നത് ഗോഡ് വാലി ഇൻസിഡന്റ് ആണ്. ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ഇപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് പ്രൈസ് എന്ന് പറയുന്നത് റയർ ഡെവിൾ ഫ്രൂട്ടുകളെക്കാട്ടിലും മികച്ച ഒരു സംഭവമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഐലൻഡ് ഓഫ് വുമൺ എന്നറിയപ്പെടുന്ന ആമസോൺ ലില്ലിയിലെ മുൻ രാജ്ഞി ലോക സുന്ദരിയായ ഷാക്കുയാക്കു ആണ് ആ ഗ്രാൻഡ് പ്രൈസ്. ഈ ടൂർണമെന്റിലെ വിജയിക്ക് അവളെ വേണമെങ്കിൽ ഭാര്യയാക്കാം അല്ലെങ്കിൽ അടിമയാക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഷാക്കിയെ കണ്ടിട്ട് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാം ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുകയാണ്. ഓ, ഇവളെ കാണാൻ എന്ത് സുന്ദരിയാ, എനിക്ക് ഇവളെ വേണം എന്നൊക്കെ ഇവന്മാർ പറയുന്നുണ്ട്. അപ്പൊ ഈ തട്ടിക്കൊണ്ട് പോയ 1 വർഷവും ഇവർ ഷാക്കിയെ അത്രയ്ക്ക് കെയറോടെ കാര്യമായിട്ടാണ് നോക്കിയത് എന്ന് പറയുന്നുണ്ട്. കാര്യം അവൾ ഈ ടൂർണമെന്റിന്റെ ഗ്രാൻഡ് പ്രൈസ് ആണ്, അതായത് പകരം വെക്കാനില്ലാത്ത ഒരു നിധി. പ്രസന്റിൽ എൽബാഫിൽ വന്നേക്കുന്ന ഗോഡ് നൈറ്റ്സിലെ സോമേഴ്സ് ഉണ്ടല്ലോ, അയാളുടെ ഷെപ്പേർഡ് ഫാമിലിയിൽപ്പെട്ട ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ടെൻഡി ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഓ എന്തൊരു കിടിലൻ പ്രൈസാ സോമേഴ്സേ, നമ്മുടെ ഷെപ്പേർഡ് ഫാമിലിക്ക് വേണ്ടി നീ ഇവളെ വിൻ ചെയ്യണമെന്ന്. പിന്നെ ഫാമിലിക്ക് വേണ്ടി അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, ഈ ടൂർണമെന്റ് ജയിച്ചിട്ട് ഞാൻ ഇവളെ എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ആക്കുമെന്ന് ഇപ്പൊ സോമേഴ്സ് പറയുന്നുണ്ട്. സ്വപ്നം കാണുന്നതൊക്കെ നിർത്തിക്കോ സോമേഴ്സേ, ഇവളെന്റെ ഭാര്യയാകാൻ പോകുന്നവളാണെന്ന് ഇപ്പൊ ഗാർലിംഗ് പറയുന്നുണ്ട്. ഇപ്പൊ ആ മാൻമേയർ ഫാമിലിയിലെ പെൺകുട്ടിയുടെ ഇപ്പുറത്ത് ഗുങ്കോ നിൽക്കുന്നത് നമുക്ക് കാണാം. അവളിപ്പോൾ ഗുങ്കോയോട് പറയുന്നുണ്ട്, ഗുങ്കോ നീ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ക്ലാൻ വാർസിന്റെ ട്രോഫി നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന്. ഇതേ സമയം ഡ്രാഗൺ ആണെങ്കിൽ അവിടെ പരിക്കു പറ്റി കിടക്കുന്ന ഷാങ്സിന്റെ ഷാംറോക്കിന്റെ അമ്മയെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അവര് ഡ്രാഗണിനോട് സഹായം ചോദിക്കുകയാണ്, അതായത് അവരുടെ കുഞ്ഞുങ്ങളെ ഈ ഐലൻഡിൽ നിന്ന് പുറത്തെത്തിക്കണമെന്ന് സേഫായിട്ട്. ഇവരെ ഒരിക്കലും അയാൾക്ക് വിട്ടുകൊടുക്കരുതെന്നും അവൾ പറയുന്നുണ്ട്, അതായത് ഗാർലിങ്ങിന്. ഇപ്പൊ നമുക്ക് കുഞ്ഞു ബ്ലാക്ക് ബിയേഡിനെ അവന്റെ അമ്മയും കാണാം. അമ്മയുടെ മുഖം വ്യക്തമല്ല. അവര് പറയുന്നുണ്ട്, ടീച്ച് ഇങ്ങനെ അടുത്തേക്ക് വാ, എല്ലാം ശരിയാവും, നീ എന്തു വന്നാലും ഇവിടുന്ന് സർവൈവ് ചെയ്യണം. ഇപ്പോൾ ചാപ്റ്റർ എൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഗോഡ് വാലിയിൽ ഒരു വലിയ കമന്ററി ആണ് കേൾക്കുന്നത്. അതിങ്ങനെയാണ്, എല്ലാ വേൾഡ് നോബിൾസിനും അറിയാമായിരിക്കുമല്ലോ, നമ്മളുടെ ഈ ടൂർണമെന്റിൽ വേട്ടയാടുന്നതിനായിട്ട് ഒരുപാട് റയർ റാബിറ്റ്സിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്, ബുക്കനീർ ട്രൈബിൽ നിന്നുള്ള ഒരു ചെറുക്കനെ കൂടാതെ 800 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ട് ഡേവി ക്ലാനിലെ മെമ്പേഴ്സിനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, കിഡിലിനൊരു ചാപ്റ്റർ ആയിരുന്നു. അടുത്ത ചാപ്റ്റർ ഇതിന്റെ മുകളിൽ പോകാനാണ് സാധ്യത. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്കും ഇല്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ വ്യൂവേഴ്സ് എല്ലാവരും തന്നെ നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത ആഴ്ച കാണാം. ഹാപ്പി ഓണം, ബൈ ബൈ.